പോയിട്ട് വേറെ പണിയുണ്ട് ചേച്ചി. ഇത് കഴിഞ്ഞിട്ടിപ്പോ അങ്ങോട്ട് പോയാ മതി. മാമാ, റീത്ത മാമി ബാത്റൂമില. ചായ വേറെ വേണമായിരിക്കും. ആ അത് തന്നെ. കൊണ്ടുവരാം. മൊരട്ട മണ്ണായി നാട്ടിലേത്. ഭയങ്കര റഫാ. എന്നാൽ അതിനെ എന്റെ പാട്ടിലങ്ങ് വിറ്റേച്ച് ചുമ്മാ ഇരുന്നാ പോരായോ? അങ്ങനെയല്ലടി. ഓ ആന്റണി, ഇരിക്കടാ. മതിയാടാ ഉറങ്ങിയത്? ഏതാടാ രണ്ട് കിളികള്? അപ്പുറത്താണോ? ഇവിടെ ഇരുന്നാ കാണാം. അതാ വീട്ടിലെ പുതിയ വാടകക്കാരാ. മലയാളീസ് ആണല്ലോ. ആ. എത്ര ആളായി വന്നിട്ട്? കഴിഞ്ഞ പ്രാവശ്യം സോളമിച്ചാൻ വന്നപ്പോ ഇവരില്ലായിരുന്നല്ലോ. ഇല്ല, അന്ന് അവിടെ വെറുതെ പൂട്ടി കിടക്കായിരുന്നു. ആ, അപ്പൊ അതിനുശേഷം വന്നവരാ. അത് മനസ്സിലായി. എന്നാ അത്രയും മനസ്സിലാക്കിയാ മതി. അവര് വന്നിട്ട് ഇപ്പൊ കഷ്ടിച്ച് 1 മാസമേ ഉള്ളൂ. ഞാൻ വന്ന് 1-1.5 മാസം കഴിഞ്ഞപ്പോഴാണ് അവര് വരുന്നത്. അവരെന്ന് പറയുമ്പോ മിസ്റ്റർ പോൾ പൈലക്കാരൻ ആൻഡ് ഹിസ് ഫാമിലി. പോൾ പൈലക്കാരനോ? യെസ്. എന്താ കക്ഷി? കക്ഷി നല്ല വെള്ളമാണ്. ഏതാണ്ട് ജോലിയുണ്ട്, റെയിൽവേയിലോ മറ്റോ. സ്റ്റേഷൻ മാസ്റ്റർ ആണോ? അല്ല, വേറെ ഏതോ സെക്ഷനില്ല. ഫാമിലി എന്ന് പറയുമ്പോ മിസ്സിസ് റോസി പൈലോക്കാരൻ, പിന്നെതാ അത് 2 മൂത്തത് സോഫിയ, പഠിപ്പ് കഴിഞ്ഞ് വെറുതെ നിൽക്കുന്നു. ഇളയത് എലിസബത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. നിന്റെ ഒപ്പമാണോ? അല്ല, വേറെ കോളേജിലാ. മിടി ഇട്ടത് മൂത്തത്, സ്കേർട്ട് ഇട്ടത് ഇളയത്. സോഫിയയും എലിസബത്ത്. അതെ. സോഫിയ ലോറനും എലിസബത്ത് ടൈലറും. രണ്ടും പഴയ 2 സൂപ്പർ സ്റ്റാർസ് ആണല്ലോ. നീയായിട്ട് എങ്ങനെ? ഗുഡ് മോർണിംഗ് ക്യൂൻ മേരി. ഗുഡ് മോർണിംഗ്. ഇന്നലെ എപ്പോഴാ രണ്ടും കൂടെ കിടന്നത്? വെളുപ്പാങ്കാലം വരെ ബഹളം കേട്ടല്ലോ. ചുമ്മാ ഒരു ഇളക്കം. ഈ മേരിയുടെ ഹസ്ബൻഡിനെ പറ്റി വല്ല വിവരമുണ്ടോ? അതിനവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ഗൾഫിലെങ്ങാണ്ട് ജയിലില്ല. പുള്ളി പഴയ ഗൾഫാ. മേരി അവിടെ ആയിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നത് അവിടെ ഏതോ ഡോക്ടേഴ്സിന്റെ കൈപ്പശവ് മൂലം മരിച്ചുപോയി. അയാൾ ജയിലിൽ കിടക്കാൻ കാരണം? അത് അവിടെ ഏതാണ്ട് ഫ്രോഡ് കാണിച്ചതാ. കൈവെട്ടേണ്ടതാ. എങ്ങനെയാ ഇതിന് രക്ഷപ്പെട്ടു. ഇവര് സോളച്ചാന്റെ ഫാദറിന്റെ പപ്പയുടെ വീട്ടിലെയാ. ഏതായാലും ഇവിടെ അവരുള്ളതുകൊണ്ട് അവർക്കും കൊള്ളാം, അമ്മയ്ക്കും കൊള്ളാം. ഞാനുമായിട്ട് ഉടക്കാം. സ്വല്പം ഭരണ കൂടുതൽ. ഏയ് പാവം, അവർക്കറിയാം അവരുടെ വിഷമം. അല്ല, ഇത്രേ ആയുള്ളോ? എളുപ്പം കുളിച്ച് റെഡിയാക്. അപ്പന്റെ കുഴിമാടത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കണം. ഓർമ്മ നാളിലോ നീ വന്നില്ല. പോയിക്കളെ. നീ വരുന്നോ? എനിക്ക് കോളേജ് ഉണ്ട്. എത്ര മണി വരെ? ഉച്ചവരെ. പോണെന്ന് നിർബന്ധമുണ്ടോ? ആ ഉണ്ട്. പറ്റിയ കയ്യിലാ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവന് വെയിലടിക്കോടോ? ഇല്ല, ഇവിടെ വെയിൽ വരാറുമ്പോഴത്തേക്ക് നമ്മളിങ്ങ് തിരിച്ചെത്തുമല്ലോ. മാറ്, ഞാൻ ഓടിക്കാം. വെയിൽ വന്നാലേ തള്ളത്തോട്ട് ഒഴിച്ചിട്ട്. ഞാൻ ഇപ്പൊ നേരെ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ആ സാധാരണ വിടിയിൽ വേണം. നിന്നെ വിളിച്ചോണ്ട് വന്നത് പുള്ളിക്കാരന് വലിയ സന്തോഷമായി. മമ്മ സംസാരിച്ചോ? കുറച്ചുനേരം. ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് അറിഞ്ഞാ നിനക്കിപ്പോ ദേഷ്യം കേറും. എന്താ?
പറഞ്ഞാ നീ അതുപോലെ അനുസരിച്ചില്ലേ നിന്റെ പപ്പായ്ക്ക് അത് വിഷമമാവും. എന്താ അത്? അനുസരിക്കാവോ? ആദ്യം എന്താന്ന് കേക്കട്ടെ. നീ നിന്റെ പപ്പായ്ക്ക് ഇന്നിവിടെ വെച്ചൊരു വാക്ക് കൊടുക്കണം. അടുത്ത ഓർമ്മനാളിന് വരുമ്പോ നിന്റെ കൂടെ നിന്റെ കെട്ടിയോളും ഉണ്ടായിരിക്കുമെന്ന്. ആ, പുള്ളി ഇന്നിപ്പോ എന്നോട് പറഞ്ഞു നിന്നോട് അങ്ങനെ സത്യം ചെയ്യാൻ ഒക്കുവോന്നൊന്ന് ചോദിച്ചു നോക്കാൻ. ഇത് ആളെ ചുറ്റിക്കുന്ന കളിയാണല്ലോ. അല്ലടാ, നേരായിട്ടും പുള്ളി എന്നോട് ഇത് പറഞ്ഞു. പുള്ളിയോട് സത്യം ചെയ്യേ. സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതുപോലെ നടക്കണ്ടേ? ഒരു കൊല്ലത്തിനുള്ളില് ഏതെങ്കിലും കുരങ്ങച്ച് ഞാൻ കിട്ടിയല്ലേ പറ്റുള്ളൂ. അത് നടക്കില്ല. കൊരങ്ങച്ചി ഒന്നും അല്ല, നല്ല ഒന്നാന്തരം പെണ്ണിനെ കൊണ്ടേ നിന്നെ ഞാൻ കെട്ടിക്കോ. അതിനെപ്പറ്റി ഒന്നും നീ പറയേണ്ട. സത്യം ചെയ്യുമോനെ. ആ. പറഞ്ഞാൽ അതങ്ങ് നടക്കും. എന്റെയും കൂടെ ഒരു സമാധാനത്തിന്. അത് ഞാൻ മമ്മയോട് സത്യം ചെയ്താ പോരായോ? എന്നോട് സത്യം ചെയ്താ നീ അത് തെറ്റിക്കും. ഇതങ്ങനല്ല. പറ മോനെ. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഉം? ശരി. ആ, ഓക്കെ. പറഞ്ഞു. പുള്ളി എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞു? അതൊക്കെ പറഞ്ഞു. പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ കേട്ടു. എല്ലാം അതുപോലെ ചെയ്താൽ മതി എന്നോട് പറയുകയും ചെയ്തു. ബാ 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 ബാ, പോവാം പോവാം.